അടുത്ത മാസം ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയാലും വീട്ടിലായാലും പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയർന്നു വരുന്നത്. ഉത്തരമായിട്ട് ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെ അങ്ങോട്ട് കൊടുക്കാം അല്ലേ. ഈ ഒരു വീഡിയോ ഞാൻ ഒക്ടോബർ ലാസ്റ്റ് എടുത്തതാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പഠിച്ചത് നമ്മളെ ബോട്ടണിയാണ്. ബോട്ടണിയിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിലെ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിനുള്ള ഭാഗം വരെയാണ് ഞാൻ പഠിച്ചത്. കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി പേൾ വീഡിയോസ് ആണ് കണ്ടത്. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ചാപ്റ്റർ അതിനുശേഷം പഠിച്ചിട്ടില്ല. ഇനി ഈ ചാപ്റ്ററിന്റെ ബാക്കി പഠിക്കാന്ന് വെച്ചിരുന്നാൽ ഈ മുന്നത്തെ ഭാഗം ഒന്നും ഓർമ്മയുണ്ടാവും. ഒരിക്കലും അത്ര കഷ്ടപ്പെട്ട് വൃത്തി പഠിച്ചൊരു സാധനം പിന്നെ നോക്കുമ്പോൾ ഓർമ്മയില്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇനി അടുത്ത ദിവസത്തെ കഥയാണ്. അന്ന് ഞാൻ പഠിച്ചത് ഫിസിക്സ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ തന്നെ ഏത് ടോപ്പിക്കിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ഇതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്ക്. അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സെവൻ ബാച്ചിലെ ഈ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാപ്റ്റർ. ഏകദേശം 10 പാർട്ടോളം ഉണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ. 8 വീഡിയോയും 2 മണിക്കൂറിൽ കൂടുതലാണുള്ളത്. ആ സമയത്ത് എനിക്ക് സമയം ലാഭിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ലൈവിൻ്റെ റെക്കോർഡ് തന്നെയാണ് കണ്ടത്. അതൊരു ബെസ്റ്റ് ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സാറിൻ്റെ ക്ലാസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഭയങ്കര ഡെഡിക്കേഷനിലൂടെ ഇത്രയും മണിക്കൂർ ക്ലാസ് എടുത്തു. ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അടുത്ത ക്ലാസ്സിൽ വീണ്ടും റീക്യാപ്പ് തരുന്നുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പോൾ എന്നാൽ പിന്നെ ശരി, എല്ലാ കാര്യവും പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.